പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷനിൽ ലഭിച്ച സ്കോർ സബ്മിഷൻ നടത്താനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. എൻ്റെ കൈവശമുള്ള മൊബൈലിലാണ് നീറ്റ് സ്കോർ സബ്മിഷൻ നടത്തുന്നത്. ഇങ്ങനെ സബ്മിഷൻ നടത്തുന്നവരെ മാത്രമേ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ആ ഒരു മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് കേരളത്തിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലുള്ള 85% വരുന്ന MBBS BDS സീറ്റുകളിലേക്കും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള പൂർണ്ണമായിട്ടുള്ള സീറ്റുകളിലേക്കും കൂടാതെ മറ്റ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും ഈ വർഷം അഡ്മിഷൻ നടത്തപ്പെടുക. വെബ്സൈറ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. കീമിൻ്റെ വെബ്സൈറ്റിലെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ആക്സസ് കോഡും കൃത്യമായി നൽകി ലോഗിൻ ചെയ്യുക. നീറ്റ് സ്കോർ സബ്മിഷൻ നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റ് 7/7/2023 വൈകുന്നേരം 4 മണി വരെയാണ്. ലോഗിൻ ചെയ്താൽ എത്തുന്ന പേജിൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന ലിങ്ക് ഇടതുവശത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാണുന്നില്ല എങ്കിൽ മുകളിൽ ഇടതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ ഏറ്റവും താഴെയായി പ്രൊസീഡ് ടു നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നൊരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നീറ്റ് എക്സാമിൻ്റെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി വ്യൂ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അഥവാ നിങ്ങളുടെ കൈവശം ഇത് ഇല്ല എങ്കിൽ നീറ്റ് റിസൾട്ടിൻ്റെ PDF ഫയൽ നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ അതിൽ ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. അതിപ്പോഴും നീറ്റിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉടൻ തന്നെ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോറും മറ്റ് ഡീറ്റെയിൽസുകളും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ശരിയാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ട് എങ്കിൽ നോട്ട് മൈ നീറ്റ് റിസൾട്ട് എന്ന ലിങ്കിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ ആണ് എങ്കിൽ ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ പ്രിൻ്റ് നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് എന്ന ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്താൽ PDF ഫയൽ ലഭിക്കുന്നതാണ്. പ്രിൻ്റ് എടുത്ത് വെക്കൽ നിർബന്ധമുള്ള കാര്യമല്ല. PDF ഫയലായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്താലും മതിയാകുന്നതാണ്. ഈ വർഷത്തെ കേരള മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷനും ഡീറ്റെയിൽസും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.